ഹായ് ഗൈസ്, ഫിറ്റ്നസ് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫിറ്റ്നസിനെ പറ്റി ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് കടവന്ത്രയിലുള്ള ട്രാൻസ്ഫോമി ഫിറ്റ്നസ് സെൻ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമിയുടെ CEO നമ്മുടെ ദീപക് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഹായ് സർ. സർ, അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ വർക്കൗട്ട് നമ്മൾ നിർത്തി, അതിനുശേഷം പിന്നീട് വെയിറ്റ് ഗെയിൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന കാര്യത്തിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ബേസിക്കലി വർക്കൗട്ട് നിർത്തുമ്പോൾ ഗെയിൻ ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മിത്താണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു ജിമ്മിലോ അല്ല എന്തെങ്കിലും വർക്കൗട്ട് ആയിക്കോട്ടെ, നമ്മളൊരു 500 തൊട്ട് ഒരു 800 കലോറി വരെ നമ്മൾ ഡെയിലി ബേൺ ചെയ്യുന്നുണ്ടാവും. ഇത് കൂടാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നമ്മൾ കുറച്ചും കൂടി ഒരു റെസ്ട്രിക്റ്റഡ് ഡയറ്റിലായിരിക്കും, കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഡയറ്റിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ വർക്കൗട്ട് നിർത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 500 കാലറി ബേൺ ചെയ്യുന്നത് നിർത്തി. ഇത് കൂടെ തന്നെ വർക്കൗട്ട് നിർത്തി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മോശം ഫുഡ് ഹാബിറ്റ്സിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 500 കാലറി അല്ലെങ്കിൽ 800 കാലറി നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബേൺ ചെയ്തതും ഇല്ല, നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത ഡയറ്റും ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു 800 കാലറി നമ്മുടെ ബോഡിയിലെ സർപ്ലസ് ആണ്, അല്ലെങ്കിൽ 800 to 1000 കാലറി ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ സർപ്ലസ് ആയിട്ട് കിടക്കും. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ 800 into ഒരു മാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ 500 into ഒരു മാസം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 15,000 കാലറി നമ്മുടെ ബോഡിയുടെ സർപ്ലസ് ആണ്. ഈ സർപ്ലസ് ആയിട്ടുള്ള കാലറി എവിടെ പോകാനാണ്? നമ്മുടെ ബോഡിയിൽ അത് ഫാറ്റായിട്ട് തന്നെ അക്യുമുലേറ്റ്. ഈ ഒരു സർപ്ലസ് കാലറി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് അതൊരു നമുക്കൊരു വെയിറ്റ് ഗെയിനിങ്ങിലേക്കൊക്കെ പോകുന്നത്. അല്ലാതെ ജിമ്മ് നിർത്തണം കൊണ്ട് ഒരിക്കലും വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. നമ്മളുടെ ഇൻടേക്ക് ഓഫ് കാലറിയും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് എപ്പോഴും ഒരു ഗെയിനിങ് ഉണ്ടാവുന്നത്. തടി വെക്കുന്നത് ജിമ്മ് നിർത്തിയത് കൊണ്ടല്ല, നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സർപ്ലസ് കാലറിയാണ്. ഇപ്പോൾ കാലറി നമ്മൾ സർപ്ലസ് ആയിട്ടുള്ളത് നമ്മൾ എന്തെങ്കിലും വേറെ ആക്ടിവിറ്റി വഴി അത് എക്സ്പെൻഡിച്ചറായി കളയുകയോ അല്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ കുറച്ചും കൂടി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടി ഡെഫിസിറ്റ് ആയിട്ടുള്ള കലോറിയിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് വർക്കൗട്ട് എന്നുള്ളത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു കുറച്ച് പീരീഡ് എങ്കിലും കുറച്ച് ടൈമെങ്കിലും ഡെയിലി നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നത് എനിക്കും എപ്പോഴും പറയാനുള്ളത്. സർ, അപ്പോൾ ഏത് ടൈമിലാണ് നമ്മൾ വർക്കൗട്ട് പ്രിഫർ ചെയ്യുന്നത്? മോർണിംഗ് ടൈം ആണോ, ഈവനിങ് ടൈം ആണോ? അതുപോലെ തന്നെ എത്ര ടൈം നമ്മൾ വർക്കൗട്ട് ചെയ്യണം? ബേസിക്കലി ഇങ്ങനൊരു ടൈമിംഗ് എന്നൊരു സംഭവം ഇല്ല. നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കലോറി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മസിൽ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഓരോ റിക്വയർമെന്റ് ഒരു ഗോൾ വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഈ ഗോള് നമ്മൾ ഏത് ടൈമിൽ വർക്ക്ഔട്ട് ചെയ്താലും അച്ചീവബിൾ ആണ്. ഇന്ന ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ബെറ്റർ ആണ്, ഇന്ന ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ബെറ്റർ അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ശരിക്കും കുറെ ആളുകൾക്ക് ഈ ഒരു മിത്തുണ്ട്. ബേസിക്കലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെന്നുള്ളൂ. അതായത് ഞാൻ ഇപ്പൊ പറയാണ് അതുല്യനോട് രാവിലെ 6 മണിക്കാണ് വർക്ക്ഔട്ട് ചെയ്യണത് നല്ലതെന്ന് പറഞ്ഞാല് അതുല്യക്ക് ഒരിക്കലും ആ ടൈം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിലേക്ക് 1 മണിക്കൂറോ അല്ലോ 1.25 മണിക്കൂർ നമുക്ക് കംഫർട്ടബിളി വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കംഫർട്ടബിളി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നമ്മുടെ ആപ്റ്റ് ടൈമാണ്. പിന്നെ ടൈമൊന്നുമില്ല. പിന്നെ ചോദിച്ചാൽ എത്ര മണിക്കൂർ വേണം? ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഗോള് വ്യത്യാസമാണ്. ഇപ്പം ഒരാൾ ചിലപ്പോൾ വരുന്നത് സ്ട്രെങ്തനിങ് വേണ്ടിയായിരിക്കും, ചിലർ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടായിരിക്കും, അവരുടെ ഫിറ്റ്നസ് ലെവലും വ്യത്യാസമാണ്. അപ്പോൾ ഓരോ ആളുകൾക്കും അവരവരുടെ ഫിറ്റ്നസ് ഗോളും അവരവരുടെ റിക്വയർമെൻറ്റും അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഒരു ഫാറ്റ് ലോസ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു കാർഡിയോയുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ടൈം കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ സ്ലോ കാർഡിയോ വേണ്ടി വരും. അപ്പോൾ അത് ഇറ്റ്സെൽഫ് ടേക്ക് അറൗണ്ട് 30 to 45 മിനിറ്റ്സ് കാർഡിയോ മാത്രം വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് കൂടുതൽ വർക്ക്ഔട്ട് ടൈം കൺസ്യൂം ചെയ്യേണ്ടി വരും. ബട്ട് ഇത് നോർമലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 1 hour വർക്കൗട്ടാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഒരു 45 മിനിറ്റ്സ് സ്ട്രെങ്ത് ട്രെയിനിങ് വിത്ത് കാർഡിയോ എല്ലാം കൂടിയായിട്ട് ഒരു 1 hour. ഒരു WHO റെക്കമെൻഡേഷൻസ് നോക്കിയാൽ 150 മിനിറ്റ്സ് വീക്കാണ് പറയുന്നത്. 150 മിനിറ്റ്സ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് into 5 days ആണ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം. ബട്ട് അവർ WHO പറയുന്നത് പക്ഷെ ഇഫ് യു ഹാവ് എനി സ്പെസിഫിക് ഗോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റാംഡ് അപ് ടു 300 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. 300 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 hour into 5 days ആണ്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഗോളും നമ്മളുടെ എന്താ പറയുക ഫിറ്റ്നസ് ലെവലും ഒക്കെ അനുസരിച്ച് ഓരോ ആൾക്കാരുടെ റിക്വയർമെന്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്.
അപ്പൊ അവരവർക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമാണ് പറയുന്നത്. അങ്ങനെ ഒരു ടൈം എന്നില്ല, ഇത്ര ടൈം എന്നില്ല. നമ്മളുടെ ബോഡീനെ റീഡ് ചെയ്യുക, ആ ബോഡിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനറിന് അണ്ടറിൽ വർക്കൗട്ട് ചെയ്യുക, ആൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് വരും. ആൾ ക്ലയന്റിന്റെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചുള്ള ഒരു വർക്കൗട്ട് പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് തന്ന് അതിൽ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് വരിക. സർ, അപ്പോൾ ഒരുപാട് പേര് പ്രോട്ടീൻ പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അത് ബോഡിക്ക് നല്ലതാണോ, എങ്ങനെയാണ്, ബാഡ് ആണോ? പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോട്ടീൻ്റെ ഒരു റിക്വയർമെന്റ് ഉണ്ട്. അതായത് ഒരു 1 gram ഇക്വലന്റ് ബോഡി വെയിറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കഴിക്കണമെന്നാണ് നമ്മളുടെ തിയറി പറയുന്നത്. അതൊരു നോർമൽ പേഴ്സൺ വിത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഫിറ്റ്നസ് ഗോളിൽ തന്നെ നമ്മളൊരു 1 gram ഇക്വലന്റ് ബോഡി വെയിറ്റ് കഴിക്കണം. ഇപ്പൊ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് 1.5 to 2 gram ഇക്വലന്റ് ബോഡി വെയിറ്റ് തന്നെ കഴിക്കണം. അപ്പൊ ഒരു 60 കിലോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഷുഡ് കൺസ്യൂം അറൌണ്ട് 90 to 120 grams ഓഫ് പ്രോട്ടീൻ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഒരു അസസ്മെന്റ് എടുക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും 10 ഗ്രാമിന്റെ അണ്ടറിലാണ് ഓരോരുത്തർ കഴിക്കുന്ന പ്രോട്ടീൻ. നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് നോക്കി കഴിഞ്ഞാൽ ടൺസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, പ്രോട്ടീൻ ഇൻടേക്ക് വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കുറയുമ്പോൾ ഈ മസിൽ പ്രോപ്പറായിട്ട് ബിൽഡ് ആവാതിരിക്കുകയും, ഇപ്പം എനർജി കൺസ്യൂം ചെയ്യുന്നത് ചിലപ്പോൾ ഫാറ്റിൽ നിന്നാവും, ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നിന്നാവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മസിലിൽ നിന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാറ്റബോളിക് ഫേസിലേക്ക് പോയിട്ട് മസിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചിലപ്പോൾ കാലറി എടുത്തുനിന്ന് വരാം. അപ്പം പ്രോട്ടീൻ ഇൻടേക്ക് കുറയുമ്പോൾ നമുക്കൊരു മസിൽ ലോസ് എന്നുള്ളൊരു പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എല്ലാം ചെയ്യുന്നത് മസിലിനെ പ്രിസർവ് ചെയ്തിട്ട് മസിലിനെ ഡെവലപ്പ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് ചിലപ്പോൾ നമുക്ക് ദോഷമായി വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എൻഷുർ വി ഷുഡ് ഹാവ് സഫിഷ്യന്റ് പ്രോട്ടീൻ ഇൻടേക്ക്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ അത് നാച്ചുറലി ഫുഡിൽ നിന്ന് കഴിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. പക്ഷെ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് എങ്ങനെ ചെയ്താലും ഒരു 60 gram അല്ലെങ്കിൽ 90 gram കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെന്റ് എടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സപ്ലിമെന്റ് എന്താണെന്നുള്ളതാണ്. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ പാലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പം ബേസിക്കലി അത് ഫിൽട്ടർ ചെയ്ത് പാലിൽ നിന്ന് ഇപ്പൊ ഒരു കേർഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം പോലെ ഇരിക്കുന്നത് വേയും ആ വെള്ളക്കട്ട പോലെ ഇരിക്കുന്നത് കെസീനുമാണ്. ഈ 2 പ്രോട്ടീനാണ് നമ്മുടെ പാലിലുള്ളത്. ഇത് നമ്മൾ ചീസ് ഫാക്ടറിയിലൊക്കെ ചീസ് എടുത്തതിന് ശേഷം ഉണ്ടാവുന്ന ആ വെള്ളം റെസിഡ്യൂ നമ്മൾ ഫിൽട്ടർ ചെയ്ത് പ്രോസസ് ചെയ്ത് എടുക്കുന്നതാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഒരേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമാണ്. അപ്പൊ നമ്മൾ ഇത് റെഡിയിലി നമ്മളൊരു ഇത് ഇൻടേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോൺസെൻട്രേറ്റഡ് ഫോം കഴിക്കുമ്പോൾ നമ്മൾ അഡിക്വേറ്റ് വാട്ടർ ഹൈഡ്രേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യം എൻഷുർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വേ പ്രോട്ടീൻ എടുക്കുമ്പോൾ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി വെള്ളം നമ്മൾ ഡെയിലി കുടിച്ചിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല. ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലങ്ങളായിട്ട് വേ പ്രോട്ടീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ആർക്കും ഒരു പ്രോബ്ലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് എൻഷുർ ദാറ്റ് പ്രോപ്പർ ഹൈഡ്രേഷൻ ഹാപ്പൻസ്. അത് മാത്രമല്ല എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ നല്ലൊരു കമ്പനിയുടെ നല്ല ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് എപ്പോഴും എടുക്കാൻ ടേക്ക് കെയർ ചെയ്യുക. സർ, അപ്പോൾ ആഫ്റ്റർ സർജറി വർക്കൗട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരുപാട് കെയർ ചെയ്തിട്ട് ചെയ്യണ്ടേ? അപ്പോൾ അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? എന്ത് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു ഡോക്ടറിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്രോബ്ലംസിനും പല രീതിയിലുള്ള റെസ്റ്റിംഗ് പീരീഡ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഏത് രീതിയിലും ഡോക്ടറിന്റെ ഒരു അപ്രൂവൽ ലെറ്റർ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ഈസ് ഫിറ്റ് ഫോർ വർക്ക്ഔട്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വർക്ക്ഔട്ട് മെഡിക്കൽ കണ്ടീഷനുള്ള ആൾക്കാരെ എടുക്കുമ്പോഴും അല്ലാത്ത ആൾക്കാരെ നമ്മൾ അസസ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ വർക്ക്ഔട്ട് ചെയ്യിക്കാറുള്ളൂ. പക്ഷെ ഇവരുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്ത് അവരുടെ ഇപ്പം ഹാർട്ട് റേറ്റ് എത്ര ഇന്റൻസിറ്റി വരെ പോവാം, അതുപോലെ തന്നെ അവർക്ക് ഏതൊക്കെ എത്രമാത്രം ലോഡ് ബെയർ ചെയ്യാൻ പറ്റും, എത്ര ഇന്റൻസിറ്റിയിൽ പോകണം, ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അത്രയും കെയർഫുൾ ആയിട്ട് അവരുടെ എക്സസൈസ് ടോളറബിലിറ്റി കൂട്ടി കൊണ്ടുവന്ന് മാത്രമാണ് നമ്മൾ അവരുടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക.
അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ചില കേസുകളിൽ ഡോക്ടർ ക്ലിയറൻസ്, ചില കേസുകളിൽ ഇപ്പോൾ ഒരു ഫിസിയോ ക്ലിയറൻസ് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും അവർ റീഹാബിലിറ്റേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈവൻ നമ്മൾക്കും ഈവൻ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ക്ലയൻസ് ട്രെയിനേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കും സയൻറ്റിഫിക്കും ആയിട്ടുള്ള രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഏത് പ്രോസസ്സ് ആണെങ്കിലും എന്ത് ഇഷ്യൂസ് കഴിഞ്ഞിട്ടാണെങ്കിലും സ്ട്രെങ്തനിങ്ങും കണ്ടീഷനിങ്ങും എല്ലാം ഏത് ഏജിലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നമ്മൾക്ക് പാലിക്കേണ്ട കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു വർക്കൗട്ട് ചെയ്യണമെന്ന് മാത്രമേ. ഓക്കെ സർ, അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് പേഴ്സണൽ ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണോ, അത് ജനറൽ ട്രെയിനിങ് മാത്രം മതിയോ, പേഴ്സണൽ ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ? ബേസിക്കലി ഇതെല്ലാം ഒരു ക്ലയൻറ്റിൻ്റെ ചോയ്സാണ്. പേഴ്സണൽ ട്രെയിനിങ് എടുക്കുമ്പോൾ പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിരുന്നാൽ പേഴ്സണൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ, അങ്ങനെയില്ല. ഒരു ജിമ്മ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80 to 90% ആൾക്കാരും ജനറൽ ട്രെയിനിങ്ങിൽ തന്നെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ ജിമ്മ് നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ജനറൽ ട്രെയിനിങ് അത്രയും നമ്പർ ഓഫ് ട്രെയിനേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ജനറൽ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു ഓവറോൾ പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തത്. കാരണം അങ്ങനെ ഒരു പ്രോഗ്രാം മാത്രമേ നമുക്കൊരു ജനറൽ ട്രെയിനിങ്ങിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മൾ അവരവരുടെ പേഴ്സണൽ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുകയും ചെയ്യും, അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ജനറൽ ട്രെയിനിങ്ങിന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് നമ്മളൊരു പേഴ്സണൽ ട്രെയിനിങ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതുല്യ വരെയാണ് നമുക്കൊരു ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുല്യനെ അസസ്മെൻ്റ് എടുത്തതിന് ശേഷം എന്തൊക്കെയാണോ സ്പെസിഫിക്കലി അതുല്യയുടെ ഗോൾസ്, എന്തൊക്കെയാണ് അതുല്യയുടെ ലിമിറ്റേഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കി കസ്റ്റമൈസ്ഡ് വർക്കൗട്ട് പ്രോഗ്രാം ആയിരിക്കും തരും. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണ്. അതിലേക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 10 reps പോകുന്നുണ്ടെങ്കിലും 8 നമ്മളേക്ക് മതിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നിർത്തി പോകാറുണ്ട്. പക്ഷേ ഇതിനെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ട്രെയിനിങ്ങർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ആ 10 reps ഹിറ്റ് ചെയ്യും എന്നുള്ള കാര്യം കൺഫേം ആയിട്ട് ഹിൽ ടേക്ക് കെയർ. മൂന്നാമത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ വർക്കൗട്ട് തമ്മിലുള്ള ഒരു റെസ്റ്റ് പീരീഡ് ഉണ്ട്. അതായത് ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ട് എടുക്കേണ്ട റെസ്റ്റ് ഇൻ്റർവെൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു എൻഡ്യൂറൻസ് ലെവലാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട റെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് 30 seconds ആണ്. പക്ഷേ ഒരു ഹൈപ്പർട്രോഫി, നമ്മളൊരു മസിൽ ബിൽഡിങ്ങിനാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മിനിമം 60 to 90 seconds ആണ് നമ്മൾ ഇൻ്റർവെൽ വേണ്ടത്. ഇനി നമ്മൾ എന്താ പറയുക ഒരു സ്ട്രെങ്ത് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്റർവെൽ ഷുഡ് ബി 2 minutes to 5 minutes വരെ റെസ്റ്റ് എടുക്കുക. പക്ഷെ ഒരു ജനറൽ ട്രെയിനിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് നമ്മൾ ചിലപ്പോൾ കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മൊബൈൽ നോക്കും, കുറച്ച് വർത്താനം പറയും. പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി മേക്ക് ഷുവർ ദാറ്റ് യുവർ റെസ്റ്റിംഗ് പീരീഡ് ഈസ് ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്യും, റെസ്റ്റിംഗ് പീരീഡ് ഇൻടേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ചെയ്യുന്ന ഒരു ഫോം ഉണ്ട്. എക്സസൈസ് ഗുണം ചെയ്യുന്നത് പോലെ തന്നെ ചിലപ്പോൾ ദോഷവും ചെയ്യാറുണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു കറക്റ്റ് ഫോമിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇഞ്ചുറിയിൽ നിന്നൊക്കെ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മസിൽ എഫക്റ്റീവ്നെസ്. ചിലവരിങ്ങനെ ആട്ടിയൊക്കെ അടിക്കാറുണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് മസിലിലേക്കുള്ള ആക്ടിവേഷൻസ് അറിയും. അപ്പോൾ ഒരു ട്രെയിനർ ആകുമ്പോൾ ആ മസിലിൽ ഹിറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ആ എന്താ പറയുക അതിൻ്റെ ഒരു ഫോക്കസ്, മസിൽ ഫോക്കസ് ചെയ്ത് ഓറിയൻറ്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഇത് ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ എല്ലാ അഡ്വാൻറ്റേജും ഒരു ട്രെയിനർ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പം നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, നമ്മൾ 10 reps അടിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ 10 reps അടിക്കുമോ എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞാൽ നമുക്കൊരു ഫാസ്റ്റായിട്ട് റിസൾട്ട് വേണം, എനിക്കൊരു 2 months ഒരു ഫാറ്റ് ലോസ് വേണം, ചേഞ്ച് വേണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ ജനറൽ ട്രെയിനർ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമിൽ നല്ല രീതിയിൽ തന്നെ ജനറൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. ഇപ്പോഴത്തെ വേൾഡിൽ ഫിറ്റ്നസ് എത്രത്തോളം റെലവൻ്റ് ആണ്? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ വളരെയധികം കൂടി വരികയാണ്. അതായത് ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസ്. ഇന്ത്യ ഡയബറ്റിക് ക്യാപിറ്റലാണ്, അതുപോലെ തന്നെ കാർഡിയോ റെസ്പിറേറ്ററി ഡിസീസിൻ്റെ ഹബ്ബാണ് എന്നുള്ള സിനാരിയോ വളരെയധികം കൂടി വരികയാണ്. അപ്പം നമ്മളുടെ ഒരു ഇയർലി ഡെത്ത് എന്നുള്ളത് മാത്രമല്ല
പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം കോംപ്രമൈസ്ഡ് ആവുകയാണ്. ഒരു 30 വയസ്സുകാരന് ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഹൈക്കിങ്ങിന് പോകുമ്പോൾ ആൾക്ക് അവരുടെ കൂടെ എത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അയാൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അയാൾക്ക് 25-ാമത്തെ വയസ്സിൽ നടുവേദന, ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് അയാളുടെ ലൈഫിന്റെ ക്വാളിറ്റിനെ വളരെയധികം ബാധിക്കുന്നതാണ്. 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ മുട്ടുവേദന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിധത്തിലും ഒരു കാര്യത്തിലും നമുക്ക് ഇൻവോൾവ് ചെയ്യുകയോ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു റെസ്ട്രിക്ഷൻസ് വരികയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. ഇത് നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഒന്ന് മാറ്റി വെക്കാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവണ്ടേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വെയിറ്റ് എടുത്തിട്ട് നമുക്ക് മുകളിലത്തെ ഷെൽഫിലേക്ക് വെക്കാൻ പറ്റണം. ഇതിനൊക്കെ ഒരാളുടെ സഹായം തേടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അത്രയും ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും നമ്മളുടെ ലൈഫിനെ. നമ്മുടെ മെന്റലി ഫിസിക്കലി നമ്മൾ വല്ലാണ്ട് ഡൗൺ ആവും. നമ്മൾക്ക് ഇപ്പൊ എന്താ പറയുക, നമ്മളൊരു ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മൾ ടയേർഡായിട്ട് അവരുടെ കൂടെ കളിക്കാൻ അവർക്ക് സ്പെൻഡ് ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരാം. ഡെഫിനറ്റ്ലി നമ്മുടെ ഫാമിലിയും ലൈഫും എല്ലാ രീതിയിലും ഇത് അഫക്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു അരമണിക്കൂർ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങളുള്ളൂ ഇതെല്ലാം. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആവുകയാണ്. ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം എങ്കിൽ 3 ദിവസം നമ്മൾ ഫിറ്റ്നസ്സിലേക്ക് നമ്മൾ ആ ഒരു ഇതിലേക്ക് എൻറോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആവും. അത് മാത്രമല്ല, നമ്മളൊരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആവും, നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ബെറ്റർ ആവും, നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആവും. അതുപോലെ തന്നെ നമ്മളുടെ ഈവൻ ഹൈഡ്രേഷൻ ബെറ്റർ ആവും. നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മളൊരു 3 ലിറ്റർ 4 ലിറ്റർ വെള്ളം കുടിക്കും. ഈ കാര്യങ്ങളെല്ലാം ഓവറോൾ പാരാമീറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഓട്ടോമാറ്റിക്കലി ബെറ്റർ ആവും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്പാൻ ഇമ്പ്രൂവ് ആവും, നമ്മളുടെ എന്താ പറയുക എല്ലാ തരത്തിലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വളരെ 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 റിലവൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരാൾ പോലും അതിൽ നിന്ന് മാറി നിൽക്കരുത്. എല്ലാവരും മിനിമം അവർക്ക് വേണ്ട ഒരു ബേസിക് ഫിറ്റ്നസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. അത് അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ബെറ്റർമെന്റ് ഓഫ് ലൈഫ് ഉണ്ടാവും. സർ, അപ്പൊ നമ്മൾ ജിമ്മിൽ ആദ്യമായിട്ട് വരുവാണ്, അപ്പൊ നമ്മൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബേസിക്കലി വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അസസ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മളുടെ റിക്വയർമെന്റ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ അത് മാത്രമല്ല, അവരുടെ ഫിറ്റ്നസ് ലെവലും വ്യത്യാസമാണ്. അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും കൂടി ഒരു പ്രോഗ്രാം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ നമ്മളൊരു അസസ്മെന്റ് ചെയ്യും. അവരുടെ ഒരു സ്ട്രക്ചറൽ, അവർക്ക് പോസ്റ്റർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫോർവേഡ് ഹെഡോ, റൗണ്ടഡ് ഷോൾഡറോ, ആന്റീരിയർ പോസ്റ്റീരിയർ പെൽവിക് ടിൽറ്റോ, ഹിപ്പ് അലൈൻമെന്റ്, ഇങ്ങനെ പല പാരാമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. ഇത് കഴിയുമ്പോൾ അവരുടെ ഫംഗ്ഷനാലിറ്റി നോക്കും. അവരുടെ നെക്ക് ടു ടോ വരെയുള്ള മൊബൈൽ ജോയിന്റ്സിന്റെ ഫംഗ്ഷനാലിറ്റി നോക്കും. ഇത് കഴിയുമ്പോൾ നമ്മൾ കോർ കണ്ടീഷൻ നോക്കും, ബേസിക് സ്ട്രെങ്ത് നോക്കും, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, ഈ എല്ലാ പാരാമീറ്റേഴ്സും എടുത്തിട്ട് നമ്മൾ റിപ്പോർട്ട് എടുക്കും. ഇത് കൂടാതെ ബോഡി കോമ്പോസിഷൻ എടുക്കും. അത് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, ഹിപ്പ് ടു വേസ്റ്റ് റേഷ്യോ, പ്രോട്ടീൻ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ്, ഇങ്ങനെ പല പാരാമീറ്റേഴ്സ് നമുക്ക് അതിൽ ചെക്ക് ചെയ്യും. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ആളുടെ ഫിറ്റ്നസ് ലെവൽ നോക്കി, ആളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നോക്കി, അയാൾക്ക് പോകാൻ പറ്റുന്ന മാക്സിമം ഹാർട്ട് റേറ്റ് ഉണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആണ് നമ്മളൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡെഫിനറ്റ്ലി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു ബോഡി വെയിറ്റ് വർക്കൗട്ടാണ്. അതിൻ്റെ ബേസ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ആ ബോഡി വെയിറ്റ് വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിൽ വരുന്നത് ഒരു വാം അപ്പ് സെഷൻ ഉണ്ടാവും, അത് കഴിയുമ്പോൾ ഒരു ബേസ് ട്രെയിനിങ് ഉണ്ടാവും, അത് കഴിയുമ്പോൾ ഒരു കാർഡിയോ സെഗ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു കൂൾ ഡൗൺ സ്ട്രെച്ച് ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ഒരു ബേസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്നത്. ഈ ബേസ് ട്രെയിനിങ് വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് സ്ട്രെങ്ത്, കോർ സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഈ മൊത്തം കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിന് ശേഷം ഒരാഴ്ചയോളം കഴിയുമ്പോഴേക്കും വി വിൽ ചെക്ക് ലൈക്ക് ക്ലയന്റും ഓക്കെ ആണ്, ട്രെയിനറും ആൾക്ക് ഫീൽ ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു മസിൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൂടി ആഡ് ചെയ്യും. അപ്പോൾ അത് വാമപ്പ്, ബേസ് ട്രെയിനിങ്, മസിൽ ആക്ടിവേഷൻ, കാർഡിയോ, ദെൻ എന്താ പറയുക കൂൾ ഡൗൺ സ്ട്രെച്ച്, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് 1 week to 10 days പോവുക. ഈ ഒരു 1 week to 2 weeks to 20 days കഴിയുമ്പോൾ
ആണ് ആളെ നമ്മൾ ശരിക്കും അവർക്കുള്ള ഒരു വർക്കൗട്ട് പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അവരുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ടുള്ള ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്ത് അവരുടെ ക്ലിയർ ചെയ്ത് അടുത്ത പ്രോഗ്രാമിലേക്ക് പോയി അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ വർക്കൗട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ അസസ്മെന്റ്. ഒരു വർക്കൗട്ട് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അസസ്മെന്റ് ചെയ്ത ശേഷമാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫസ്റ്റ് തിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ആണ്. ഇപ്പോൾ ഒരു ക്ലയന്റ് ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് അസസ്മെന്റ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ബേസിക്കലി ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ, അതായത് നമ്മൾ പോസ്റ്റർ സംബന്ധമായിട്ടുള്ള, അതായത് ഫോർവേഡ് ഹെഡ്, റൗണ്ടഡ് ഷോൾഡർ, ആന്റീരിയർ പെൽവിക് ടിൽറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. പിന്നെ ഹിപ്പിന്റെ അലൈൻമെന്റ്, നീന്റെ അലൈൻമെന്റ്, ഫുട്ടിന്റെ അലൈൻമെന്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, ഇതെടുത്ത് ബാറ് ഓക്കെ. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഫോർവേഡ് ഹെഡ് ഉണ്ടോ എന്നാണ്. അതായത് ഇപ്പൊ നമ്മളിവിടെ ഈ ബാർ ഇവിടെ ഇരിക്കുമ്പോൾ ആളുടെ ഇയർ വരേണ്ടത് ബാറിന് പാരലൽ ആയിട്ടായിരിക്കും. ഇപ്പം ഇയർ ഇച്ചിരി ഫോർവേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർവേഡ് ഹെഡ് ഇടുക. അതായത് നമ്മുടെ സർവിക്കൽ സ്പൈനിന് ആ ഹെഡിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള സ്ട്രെങ്ത്തിൽ ഓട്ടോമാറ്റിക്കലി ഹെഡ് ഫോർവേഡ് പോകും. പിന്നെ നമ്മൾ നോക്കുന്നത് റൗണ്ടഡ് ഷോൾഡർ ആണ്. അത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ അത് റൗണ്ടഡ് ഷോൾഡർ ആണ്. ഇപ്പൊ കൈയിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കൈയുടെ പൊസിഷൻ ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഫോർവേഡ് വരുന്നുണ്ടെങ്കിൽ ഈ റൗണ്ടഡ് ഷോൾഡർ ആണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാപ്പിലേക്ക് സ്ട്രെങ്ത് കുറവും, അതുപോലെ തന്നെ ഇവിടെ സെറേഷ്യസ് ആന്റീരിയർ എന്ന് പറഞ്ഞൊരു മസിൽ ഉണ്ട്. ഇത് നമ്മുടെ ഷോൾഡറിനെ ഇങ്ങനെ പുള്ളി ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഷോൾഡർ റൗണ്ടഡ് ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യും, ഇവിടുത്തെ മസിലിനെ സ്ട്രെച്ച് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിന് ക്ലിയർ ഓഫ് ആവും. ഇനി നമ്മൾ നോക്കുന്നത് ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടുത്തെ ഈ ആർച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ എത്രമാത്രം ആർച്ച് കൂടുതലായിട്ടുള്ള ഒരു കർവേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ടെൻഡൻസി ടു ആന്റീരിയർ പെൽവിക് ടിൽറ്റ്. ആന്റീരിയർ പെൽവിക് ടിൽറ്റ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനലിന്റെ സ്ട്രെങ്ത് കുറവും, അതുപോലെ തന്നെ ഗ്ലൂട്ട് ആൻഡ് ഹാംസ്ട്രിങ്ങിന്റെ സ്ട്രെങ്ത് കുറവും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ പ്രൈമറി ഹിപ്പ് ഫ്ലെക്സേഴ്സ് ഉണ്ട്, ഇവിടുത്തെ മസിൽസ് ഉണ്ട്, ഇത് ടൈറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഇറക്ടസ് സ്പിൻ എന്ന് പറയുന്ന മസിൽ ടൈറ്റ് ആവുന്നതുകൊണ്ടാണ്. അപ്പൊ രണ്ട് മസിൽ, മേജർ മസിൽസ് ടൈറ്റ് ആവുകയും രണ്ട് മസിൽ വീക്ക് ആവുകയും ചെയ്യുമ്പോഴാണ് ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ഉണ്ടാവുന്നത്. ഈ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ആണ് നമ്മുടെ ഒരു ലീഡിങ് കോസ് ഓഫ് ബാക്ക് പെയിൻ. ഈ കർവേച്ചർ കൂടുമ്പോൾ ജെ ഷേപ്പാണ് നമ്മുടെ സ്പൈൻ വേണ്ടത്. അത് കർവേച്ചർ കൂടി എസ് ഷേപ്പ് ആയി കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലുംബാർ റീജിയൻ, L1, L2, L3, L4, L5 ഈ റീജിയനിൽ കൂടുതൽ സ്ട്രെസ് വരെയും നമ്മുടെ ഡിസ്കിന് തേയ്മാനം വരെയും ഇത് ഫർദർ നെർവ് കംപ്രഷനിലേക്ക് പോവുകയും അത് നമുക്ക് ബാക്ക് പെയിനിലേക്കൊക്കെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഈ പോസ്റ്റർ അസസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു സ്മൂത്തർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ ഹിപ്പ് അലൈൻമെന്റ്, നീ അലൈൻമെന്റ്, ഫുട്ട് അലൈൻമെന്റ്, ഇങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്യാറ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ആളുടെ ഫങ്ഷനാലിറ്റി ആണ്. നമ്മുടെ ജോയിന്റ്സ്, നെക്ക് തൊട്ട് ടോ വരെയുള്ള എല്ലാ മസിൽസിന്റെ, എല്ലാ എന്താ പറയുക, മൊബൈൽ ജോയിന്റ്സിന്റെ മൊബിലിറ്റി എന്തുമാത്രം ബെറ്റർ ആണെന്നുള്ളതാണ്. ഇപ്പൊ ഷോൾഡേഴ്സിന്റെ മൊബിലിറ്റി നമ്മൾ നോക്കാം. ഇപ്പൊ ചെയ്യുമ്പോൾ ആൾക്ക് എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ, പെയിൻ ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ ഇവിടെ ഷോൾഡേഴ്സിൽ? ഇല്ല, ലൂസാണ്. എത്രമാത്രം ഫ്ലെക്സിബിൾ ആണെന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. സൈഡ് റൈസ്, ഈ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? എന്നെ റൊട്ടേറ്ററി കഫ് യൂസ്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പിടുത്തോ അല്ലെങ്കിൽ ചെറിയ അങ്ങനെ പ്രോബ്ലം? ഓക്കെ, ഇനി ഇങ്ങനെ എൽ ഷേപ്പിൽ വെക്കുക, കൈ ഇങ്ങനെ ഫോർവേഡ്. ഇത് കൈ നേരെ തന്നെ മൂവ് ചെയ്യുക, ശരിക്കും മൂവ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് നല്ല രീതിയിൽ മൂവ്മെന്റ് ചെയ്യുക.
ഇപ്പം എന്തെങ്കിലും ടൈറ്റ്നസ് ഫീൽ ചെയ്യണ്ട, ചെറിയ പെയിനോ ടൈറ്റ്നസോ ഉണ്ട്? ഓക്കെ, ശരി. ആളുടെ ഈ ഇവിടുത്തെ ഡെൽറ്റോയിഡ്സിന്റെ മസിൽസിന് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പെയിൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പലതരത്തിലുള്ള അസസ്മെന്റ് നമ്മൾ ഫങ്ഷണാലിറ്റി ബേസ് ചെയ്ത് നെക്ക് തൊട്ട് ടോ വരെ നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ കോറിന്റെ കണ്ടീഷനിലേക്കാണ് നോക്കുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടോട്ടൽ സ്ട്രെങ്ത് സ്ക്വാട്സ് ചെയ്തിട്ട് ഇതിന്റെ സ്ട്രെങ്ത് നോക്കാം നമുക്ക്. സ്ക്വാട്സ് ബേസിക്കലി സ്ക്വാട്ട് ചെയ്യുമ്പോൾ സ്ക്വാട്ടിനുള്ള പോസ്റ്റേഴ്സ്, ബാക്കിയുള്ള അലൈൻമെന്റ്, ഫുട്ടിന്റെ അലൈൻമെന്റ് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ആളുടെ എന്തുമാത്രം ലെഗ് സ്ട്രെങ്ത് ഉണ്ട്, ഇതുപോലെ തന്നെ അപ്പർ ബോഡി സ്ട്രെങ്ത് ഉണ്ട്, ഇതുപോലെ 40ഓളം പാരാമീറ്റേഴ്സ് ഉണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പം ഇതുപോലത്തെ പല പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് കോർ കണ്ടീഷനിങ്, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, സ്ട്രെങ്ത്, കോർ സ്ട്രെങ്ത്, പോസ്റ്റർ അസസ്മെന്റ് ഇതെല്ലാം ചെയ്ത് ഒരു റിപ്പോർട്ട് എടുക്കും. ഇതിൽ ഒന്ന് കാണിച്ചു, ഇത്രയും പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇത്രയും പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് ഒരു അസസ്മെന്റ് എടുത്തതിന് ശേഷം ഇതിൽ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇടും. ഏതൊക്കെ മസിൽ ഓവർ ആക്റ്റീവ് ആണ്, ഏതൊക്കെ മസിൽ അണ്ടർ ആക്റ്റീവ് ആണ്, അഡീഷണൽ നോട്ട്സ് പുള്ളിയുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ബോഡി കോമ്പോസിഷൻ എടുക്കും. ഈ ബോഡി കോമ്പോസിഷൻ എടുക്കുന്നത് നോക്കാം. നമുക്ക് പല രീതിയിലുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും. ബോഡി വെയിറ്റ് കിട്ടും, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കിട്ടും, അതുപോലെ റിമൂവബിൾ ഫാറ്റ്, വാട്ടർ കണ്ടന്റ്, പ്രോട്ടീൻ കണ്ടന്റ്, ഇങ്ങനെ പല റേഷ്യോസ് കിട്ടും നമുക്ക് ഇതിൽ. ഇത് നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. നമുക്ക് മേജർലി കിട്ടുന്നത് ബോഡി വെയിറ്റ് കിട്ടുന്നുണ്ട്, റിമൂവബിൾ ഫാറ്റ് കിട്ടുന്നുണ്ട്, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, അങ്ങനെ പല പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ സ്കെൽറ്റൽ മാസ്, അതായത് നമ്മുടെ മസിൽ വോളിയം ഇവിടെ കിട്ടുന്നുണ്ട്, ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്, ഒരു ബോഡി ഫാറ്റ് ഇൻ kg, ഇവിടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്, ഇവിടെ ഹിപ്പ് ടു വേസ്റ്റ് റേഷ്യോ കിട്ടുന്നുണ്ട്, ഇത് വാട്ടർ കണ്ടന്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും കിട്ടും. നമുക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഫോർ മെയിൽ എന്ന് പറഞ്ഞാൽ 14%. ഇതൊരു 18% വരെ പോവാം. നമുക്ക് ഏറ്റവും ടോപ്പ് കോസ്റ്റ് ബോർഡർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു 20% വരെ പോവാം. പക്ഷെ ആൾക്കിപ്പോൾ നിൽക്കുന്നത് ഒരു 34.2%. അപ്പോൾ ഇറ്റ്സ് ഓൺ എ ഹയർ സൈഡ്. അപ്പോൾ മേജറായിട്ട് നമ്മൾ ഒബീസിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം വരുന്നത് ഈ ബോഡി ഫാറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഹയർ സൈഡ് കൊണ്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പാരാമീറ്റേഴ്സ് ആയിരിക്കും നമ്മളൊരു ഫാറ്റ് കൺട്രോളിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സ്, ഹിപ്പ് ടു വേസ്റ്റ് റേഷ്യോ, വാട്ടർ കണ്ടന്റ്, ആൾ വെള്ളം ഇതിൻ്റെ കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആൾക്ക് വെയിറ്റ് കൺട്രോൾ വരുന്നത്, ഫാറ്റ് കൺട്രോൾ പറയുന്നത് അറൗണ്ട് 25 kg ആണ്. ആളുടെ വെയിറ്റും ഹൈറ്റും അനുസരിച്ചിട്ടുള്ള ഫാറ്റ് ലോസും അതിൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ അസസ്മെൻറ്റ് റിപ്പോർട്ട്, ആളുടെ ഫങ്ഷണാലിറ്റി സ്പെക്ട്രം, എല്ലാ അസസ്മെൻറ്റ് പാരാമീറ്റേഴ്സും ഈ ഒരു പാരാമീറ്റേഴ്സും വെച്ചിട്ടാണ് നമ്മളൊരു വർക്കൗട്ട് പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. ആൾക്ക് കസ്റ്റമൈസ്ഡ് ആയിരുന്നു. എന്നിട്ട് അത് പ്രോഗ്രസ് ചെയ്ത് ആളുടെ ഗോള്, ആളുടെ ഫാറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസ് അച്ചീവ് ചെയ്യേണ്ട രീതിയിലുള്ളൊരു ഗോള് സെറ്റ് ചെയ്ത് നമ്മൾ ഓരോ വർക്കൗട്ട് പ്രോഗ്രാം ഇമ്പ്രൂവ് ചെയ്ത് ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിറ്റ്നസിനെ പറ്റിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു സോ മച്ച്.